തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ ജിജി അബ്രഹാം ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും നൽകി ഞങ്ങളെ മുന്നോട്ട് നടത്തുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിരുന്നത് ശ്രീ ആന്റണി എംപിയാണ്. നമുക്കറിയാം അദ്ദേഹത്തെ എൻ്റെ സ്വന്തം പേരിലും യോഗത്തിൻ്റെ പേരിൽ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമ്മളുടെ എന്ത് കാര്യത്തിന് സമീപിച്ചാലും നല്ല സപ്പോർട്ട് നൽകുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഇവിടെ ആദരിക്കാൻ ചിറ്റാറിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സൗജന്യമായി നൽകിയ നമ്മുടെ ഈ പ്രവാസി വ്യവസായിയായ ശ്രീ വർഗീസ് കുര്യനെ ആദരിക്കാനാണ് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടുന്ന് തിരിച്ചു വിദേശത്തേക്ക് പോയത്. അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തിനെയും ഞാൻ ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ശ്രീ PR പ്രമോദ്. അദ്ദേഹവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല സപ്പോർട്ട് നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ എൻ്റെ സ്വന്തം പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തായി ഈ വാർഡിൻ്റെ സ്വന്തം മെമ്പർ ശ്രീമതി ശ്യാമള ഉദയഭാനു നമ്മുടെ നല്ല സപ്പോർട്ടായി എല്ലാ കാര്യത്തിലും നമുക്കൊപ്പം എല്ലാ സപ്പോർട്ടും നൽകി ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി ശ്യാമള ഉദയഭാനുവിനെ. അടുത്തതായി ശ്രീ VR രാധാകൃഷ്ണൻ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞിരുന്നതാണ്. തിരക്കുകൾ ഉണ്ടാവും എന്നും അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായി ശ്രീ സോമൻ വിനായക SNDP ശാഖാ പ്രസിഡന്റ് സീതത്തോട്. അദ്ദേഹം ഈ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് തന്നെ സന്തോഷത്തോടുകൂടി അതിന് തയ്യാറാകുകയും എനിക്ക് തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ എത്തിച്ചേരാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ യോഗത്തിൽ എത്തിച്ചേർന്ന് എൻ്റെ സ്വന്തം പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഫാദർ ജോസഫ് മൈലാടിയിൽ വികാരി സെന്റ് ജോർജ് കത്തോലിക്ക പള്ളി സീതത്തോട്. അദ്ദേഹവും ഇവിടെ അടുത്തല്ലാതെ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്. തിരക്കുകളില്ലെങ്കിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹത്തെയും എൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ശ്രീ രതീഷ് K. നായർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്. നമ്മൾക്കെല്ലാം അറിയാം
സിതത്തോടിലെ ഒരു ഊർജ്ജസ്വലനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഈ എൻ്റെ സ്വന്തം പേരിലും യോഗത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായി ശ്രീ സുനിൽ ഏലിയാസ്, സെക്രട്ടറി കെയർ സിതത്തോട്. നമുക്കറിയാം, അടുത്ത കാലത്തായി സിതത്തോടിൽ രൂപീകരിച്ച കെയർ സിതത്തോട് എന്ന സംഘടനയുടെ അമരക്കാരനായ ഊർജ്ജസ്വലനായ ഒരു യുവ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ എൻ്റെ സ്വന്തം പേരിലും യോഗത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തായി നമ്മുടെ കാരുണ്യ പദ്ധതിക്ക് വേണ്ടി പുറത്തിറക്കിയ ലക്കി ടിപ്പ് നറുക്കെടുപ്പിന് വേണ്ടി സംബന്ധിക്കുന്ന ശ്രീ ബേബി അയോണ സർ എബ്രഹാം, അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തായി നമ്മുടെ ഈ ശ്രീ കരകപ്പൻ, അദ്ദേഹം നല്ല സേവന പ്രവർത്തനങ്ങൾ ഈ സിതത്തോട് പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വീട് വെച്ച് നൽകിയപ്പോൾ മറ്റൊരു പാവപ്പെട്ട അംഗത്തിന് വീട് വെച്ച് നൽകുകയും ഇതുപോലെ വയനാട് ദുരന്തങ്ങളും മറ്റും ഉണ്ടായപ്പോൾ നല്ല രീതിയിൽ സഹായിച്ച നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ മൈത്രി സിതക്കുഴിയുടെ പേരിൽ ഒന്ന് ആദരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അടുത്തതായി ശ്രീമതി മിനി ആണ്, ഈ വാർഡിലെ ആശാ വർക്കറാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഈ ഓരോ വീടുകളിലും ആരൊക്കെ രോഗാവസ്ഥയിലുണ്ടെന്ന് അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി അന്വേഷിക്കുകയും സ്നേഹത്തോടെ അവർക്ക് പരിചരിക്കുകയും ചെയ്യുന്ന ഊർജ്ജസ്വലയായ ഒരു ആശാപ്രവർത്തകയാണ്. മൈത്രി പുരുഷ സ്വയം സഹായ സംഘം ഇത് ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബോ അല്ല, അത്ര ഒരു സംഘടനയല്ല. ഇതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം, ഇതിൻ്റെ പ്രധാനമായ പ്രായോജകം എന്ന് പറഞ്ഞാൽ നമ്മൾ ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും നെഹ്റു ഗ്രാമ ഉപയോഗ പദ്ധതിയും ചേർന്നാണ് നമ്മളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കാർഷിക സംബന്ധമായ എല്ലാ വികസനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഉപപരിപാടികളായിട്ടാണ് നമ്മൾ പല സമയത്തും സ്കൂൾ ജൂൺ മാസങ്ങളിലൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ വളരെ മഴയാണ്, ധാരാളം ആളുകൾക്ക് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് സ്കൂളിൽ വിടാൻ പഠനോപകരണങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഫണ്ട് കണ്ടെത്തി അവരെ സഹായിക്കുകയും അതുപോലെ തന്നെ രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സഹായം വന്നാൽ അവരെ സഹായിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മുടെ ഉദ്ദേശം. എന്നാൽ പ്രധാനമായും നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഈ നാടിൻ്റെ വികസനമാണ്. ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം ഒരു 10 പേർക്കെങ്കിലും ഒരു തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭം നമ്മുടെ ഈ വാർഡിൽ ആരംഭിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ 3 വർഷമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം സപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി തന്നെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വേദിയിലിരിക്കുന്ന നേതാക്കളുടെ ഒക്കെ താങ്ങും സപ്പോർട്ടും പിന്തുണയും ഒക്കെ നമുക്ക് ഉണ്ടായെങ്കിൽ നമുക്ക് വീണ്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. കിഡ്നി പേഷ്യൻ്റ് ധാരാളമുണ്ട്. അവർക്കൊക്കെ ഡയാലിസിനൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് തന്നെ അറിയാം, പത്തനംതിട്ട ആണെങ്കിലും റാന്നിയിലാണെങ്കിലും നമ്മുടെ സമയപ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ പല യൂണിറ്റുകളുണ്ട്. യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇവർക്കൊന്നും ആ യൂണിറ്റുകൾക്ക് മതിയാകാത്ത രീതിയിലുള്ള പേഷ്യൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം ഒരു കിറ്റ് തന്നെ വാങ്ങണമെങ്കിൽ ഏകദേശം 2000 രൂപ അടുത്ത് വരും. ഒരു കിറ്റ് ഒരു പേഷ്യൻറ്റിന് കൊടുത്താൽ അത് ഏകദേശം ഒരു 4 പ്രാവശ്യങ്ങളിൽ അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് അന്നേരം തന്നെ നമ്മൾ പലരെ സമീപിച്ചു, പോയാലും അവരെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് കിറ്റ് തരാം. ക്യാൻസർ ബാധിത പേഷ്യൻസ് ഇവർക്കൊക്കെ അവരുടെ പ്രശ്നം, ഇവർക്ക് പലപ്പോഴും വണ്ടിക്കൂലി ബസ്സിലൊക്കെ പോകാമെന്ന് പറയുന്ന സമയം വളരെ പാടാണ്. കാരണം അവർ റേഡിയേഷനാണ് പോകുന്നത്. ഇവർക്ക് വാഹനം അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു മിഡിലായ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ സാമ്പത്തിക ഞെരുക്കോ പ്രയാസമൊന്നും അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നു. അത്തരമൊക്കെ ആളുകളെ കണ്ടെത്തി അവരെയൊക്കെ സഹായിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾ ബുക്ക് പുസ്തകം കൊടുത്തപ്പോൾ നമ്മൾ ആരെയും വിളിച്ച് എന്തായാലും സ്റ്റേജ് പെർഫോമൻസ് നടത്താൻ നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളല്ല അവരുടെ വീടുകളിൽ പോയി 1-2 പേര് പോയി അവരുടെ വീടുകളിൽ പോയി കുഞ്ഞുങ്ങൾക്ക് വിളിച്ച് നമ്മൾ കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ ഭാഷയിൽ നമ്മളതൊന്ന് വൈറലാക്കാൻ ആഗ്രഹിക്കുന്നു. വൈറലാക്കാതെ വളരെ ആവശ്യങ്ങൾ അറിഞ്ഞ് കണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം നമ്മൾക്കൊരു സംരംഭം ഇവിടെ ആരംഭിക്കണം. ആ സംരംഭം മൂലം ഈ നാടിനും നാട്ടുകാർക്കും അത്യാവശ്യം 10 പേർക്കും കൂടി ഒരു തൊഴിൽ ലഭിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. ഈ ഉദ്ദേശത്തിന് വേണ്ട എല്ലാവിധമായ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും എന്നും ഉണ്ടാകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.
ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കോന്നിയുടെ MLA അഡ്വക്കേറ്റ് കെ ബിനീഷ് കുമാറിനെ സവിനയം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ നമ്മുടെ മൈത്രി പുരുഷ സഹായ സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ജിജി എബ്രഹാം, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ മനു M. കൃഷ്ണൻ, വേദിയിലുള്ള ആദരണീയനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഈ ചടങ്ങിന് സാക്ഷിയാകുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ചു, മൈത്രി കഴിഞ്ഞ 3 വർഷമായി വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്താകെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘം നല്ല ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ ആകെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാ പരിപാടികളിലും അവർ വിളിക്കാറുണ്ട്. പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാ പരിപാടിയിലും പങ്കെടുത്തിട്ടുമുണ്ട്. തീർച്ചയായും നല്ല സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് സേവന സന്നദ്ധരായിട്ടുള്ള ഒരു സംഘം ചെറുപ്പക്കാർ സമൂഹത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് ഉള്ളതിൽ കുറേയധികം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ഈ കഴിഞ്ഞ 2-3 വർഷമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം പരിസ്ഥിതി പ്രവർത്തനങ്ങളും, വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളും, ചികിത്സാ ക്യാമ്പുകളും ഒക്കെ കഴിഞ്ഞ കുറേ നാളുകളായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ലക്കി കൂപ്പണിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഡയാലിസിസ് രോഗികളെ സഹായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായും അതുമെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്ന നല്ല പ്രവർത്തനങ്ങളാണ്. ഇനിയും ധാരാളം നല്ല പ്രവർത്തനങ്ങൾ, ഇത്തരത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സിരുത്തോട്ടിലും ആങ്ങമൂഴിയിലും ഓരോ ആംബുലൻസ് നൽകിയിട്ടുണ്ട്. അതുപോരാ, ICU സംവിധാനമുള്ള ഒരു ആംബുലൻസ് വേണം എന്ന ഉള്ളതിനാൽ 53 ലക്ഷം രൂപ അതിനും നൽകിയിട്ടുണ്ട്. ആ ആംബുലൻസ് ഒരു 2 മാസത്തിനുള്ളിൽ ഓർഡർ കൊടുത്തു. 2 മാസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ എത്തിച്ചേരും. പിന്നീട് സ്വന്തമായ കെട്ടിടം, അതിന് പണം നൽകാൻ കഴിയും. പക്ഷെ സ്ഥലം നിങ്ങൾക്ക് വേണം. അന്ന് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, സ്ഥലം നിങ്ങൾ കണ്ടെത്തിയാൽ അതിനുള്ള നമ്മുടെ കെട്ടിടം പണിയാൻ ആവശ്യമായ പണം നൽകാം. പിന്നീട് നമ്മുടെ ടൂറിസം രംഗത്തെ നല്ല കുറേയധികം നിർദ്ദേശങ്ങളാണ്. ശരിയാണ്, ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടേത്. പക്ഷെ പ്രശ്നം, ആദ്യം നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ നല്ല വികസനം ഉണ്ടാവണം ഈ പ്രദേശത്ത്. ഇപ്പൊ ഇവിടെ തന്നെ എടുത്താൽ നമുക്കറിയാം, കുന്നവും ഗുരുനാഥൻ മണ്ണും എല്ലാം, ആലുവാൻകുടിയും എല്ലാം ആളുകൾ വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. നടക്കാതെ വന്നിപ്പോൾ നമ്മൾ ബഡ്ജറ്റിൽ 1.5 കോടി രൂപ അനുവദിച്ച്
നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ റിവ്യൂ ചേരുന്നുണ്ട്. ഒരു 3 മാസത്തിനുള്ളിൽ മനോഹരമായ നിലയിൽ നമ്മുടെ റോഡ് മാറും. നല്ല BNNBC ടാറിങ്ങും മറ്റ് വർക്കുകളും എല്ലാമായി റോഡ് പണി പൂർത്തീകരിക്കും. ഒപ്പം പിന്നെ അതിന് അപ്പുറത്തേക്കുള്ള കുറേ ഭാഗം MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ശരിയാക്കുന്നതിന് വേണ്ടിയും ശുപാർശ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പഞ്ചായത്തിലെ ധാരാളം റോഡുകളുണ്ട്. ആ റോഡുകളെല്ലാം ഉയർന്ന നിലവാരത്തിലാക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ ഇവിടെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ ഒക്കെ യാഥാർത്ഥ്യമാകും. നമ്മുടെ സീതത്തോട്ടിലെ പാലം ഉൾപ്പെടെ അതെല്ലാം യാഥാർത്ഥ്യമായി അതിനെല്ലാം അപ്പുറം നമ്മുടെ നാട് കുറേയധികം വർഷങ്ങളായി ആഗ്രഹിച്ച നിരവധി മറ്റ് കാര്യങ്ങളുണ്ട്. സ്കൂളുകളും ആശുപത്രികളും എല്ലാം. ഇപ്പോൾ ഇവിടെ ഡോക്ടർ വർഗീസ് കുര്യൻ സാറിനെയും ആദരിക്കാൻ നിങ്ങൾ നിശ്ചയിച്ചിരുന്നു. അദ്ദേഹമാണ് നമുക്ക് 2.5 ഏക്കർ സ്ഥലം സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് വേണ്ടി നൽകിയത്. അപ്പൊ എല്ലാ സൗകര്യത്തോടും കൂടിയുള്ള ആശുപത്രിയുടെ DPR എല്ലാം കഴിഞ്ഞു, ടെൻഡർ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ചിറ്റാർ കേന്ദ്രമായി ഒരു വ്യവസായ പാർക്കിന് നമുക്ക് അന്തിമാനുമതി ലഭ്യമായിട്ടുണ്ട്. മറ്റ് ധാരാളം കാര്യങ്ങൾ ഞാൻ അതെല്ലാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ സീതത്തോട് വഴി ട്രെയിൻ വരാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്കുള്ള റെയിൽവേ, ആ റെയിൽവേ ലൈൻ സീതത്തോട് വഴി പോകുന്നു. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചെങ്ങന്നൂർ പമ്പ പാതയുടെ അലൈൻമെന്റ് നിശ്ചയിച്ച് നൽകിയത് റെയിൽവേ ബോർഡ് അനുമതി കൊടുത്തു കഴിഞ്ഞു. ഇനിയും കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം അത് വളരെ വേഗമുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനമുണ്ടായാൽ സമയബന്ധിതമായി അത് നടപ്പിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ അലൈൻമെന്റ് നിശ്ചയിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മന്ത്രി ഒരു 3-4 യോഗങ്ങൾ വിളിച്ചു ചേർത്തി. ആദ്യം അവരുടെ നിർദ്ദേശം പമ്പയാർത്തിലൂടെ അങ്ങ് ചെങ്ങന്നൂരിൽ നിന്നും പമ്പയുടെ തീരത്തുകൂടി അങ്ങ് പമ്പയിൽ എത്തുക എന്നുള്ളതായിരുന്നു. പിന്നീട് ഞങ്ങളെല്ലാമാണ് നിർദ്ദേശിച്ചത് ഇതുവഴി കക്കാട്ടാറിന്റെ തീരത്തു കൂടിയ കൂടുതൽ സ്ഥല പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു ദിവസം കൊണ്ടാവും എന്നതല്ല. നമുക്ക് അടുത്ത ഘട്ടം എന്ന നിലയിൽ ടൂറിസത്തിലേക്ക് കടക്കാൻ കഴിയും. ടൂറിസത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടും വിശദമായ പ്ലാനൊക്കെ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് അതിന്റെ കൂട്ടത്തിലും എല്ലാമായി ആ രംഗത്തെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഒരു നിർദ്ദേശം 4ാമത് സുഗന്ധ വിളകൾ വൻതോതിൽ കൃഷി ചെയ്യുന്ന ഈ പ്രദേശത്ത് സുഗന്ധവിള സംസ്കരണ കേന്ദ്രം നല്ല നിർദ്ദേശമാണ്. നമ്മുടെ എല്ലാ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹവും അതിനുവേണ്ടി ഞാൻ പലവിധ ഇടപെടലും നടത്തിയിട്ടുണ്ട്. തന്നിത്തോട്ടിൽ ഒരു 5 ഏക്കർ സ്ഥലം അതിനുവേണ്ടി കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിലാണ്.
ഗവൺമെന്റിന്റെ പ്രപ്പോസൽ ഓൾറെഡി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നബാർഡിൽ ആ പ്രപ്പോസൽ സ്ഥലം കൂടി ലഭിച്ചാൽ അതിന്റെ പുറകെ കൊടുത്തുകൊണ്ട് അതും യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റൊരു കാര്യത്തിലേക്കും കടക്കുന്നില്ല. ഏറ്റവും മനോഹരമായ നിലയിൽ ഈ മൈത്രി പുരുഷ സഹായ സംഘം ഇനിയും മുമ്പോട്ട് പോകണം. ഈ നാടിന് ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മനോഹരമായ നിലയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെല്ലാ പിന്തുണയും തുടർന്നും ഉണ്ടാവും എന്നറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആദിത്യ ജയൻ തീർച്ചയായിട്ടും വളരെ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകും. വളരെയധികം കലാരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഗായികയാണ്. ഏകദേശം ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെയല്ല പുറനാടുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുമാരി ആദിത്യ ജയനെ അനുമോദിക്കുന്നു. അതുപോലെ നമ്മുടെ സീതക്കുഴി മേഖലയിൽ വളരെ പിന്നോക്കം നിന്ന സമയത്ത് നമ്മൾക്കെല്ലാം കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റുകയല്ല, നമ്മൾക്കും ഏകദേശം ഒരു 20 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്കെല്ലാം ആദ്യ അക്ഷരം പകർന്നു നൽകിയ അക്ഷരം കുറിപ്പിച്ച നമ്മളെല്ലാം പ്രിയങ്കരിയായ ലില്ലി ടീച്ചറുണ്ട്. ആ ലില്ലി ടീച്ചറിനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അതുപോലെ നമ്മളുടെ ഇടയിൽ ആശാ വർക്കറായി പ്രവർത്തിക്കുന്ന മിനി വർഗീസ്, നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി ശ്യാമള ഉമേഷാനും ഷാളടിയിച്ച് ആദരിക്കുന്നത്. അതുപോലെ നമ്മളുടെ ഭാഗത്തുള്ള ഏക പ്രൈവറ്റ് സ്കൂളാണ് മുഴിയാർ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ആദ്യത്തെ സ്കൂളുകളാണ് മുണ്ടമ്പാറ ഗവൺമെൻറ് UP ട്രൈബൽ സ്കൂൾ. ആ ട്രൈബൽ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ലാലു കുരുവിള. PTA പ്രസിഡന്റ് എന്നതിലുപരി പൊതുരംഗത്തും അതുപോലെ തന്നെ ചെറുകിട വ്യവസായ രംഗത്തും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ആദരിക്കേണ്ടത് അനിവാര്യമാണ്. അനുസ്മരിച്ചുകൊണ്ട് ആദ്യമൊരു മൗനാചരണം നമ്മൾ നടത്തിയില്ല. എങ്കിൽ പോലെ വയനാട് ദുരന്തത്തിന് ആരോ ഒന്നും ആവശ്യപ്പെട്ടതല്ല. അദ്ദേഹം സ്വയം അനുസരിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായം എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ തന്നെ ഓരോ ഓണമായാലും എന്ത് കാര്യങ്ങൾ വന്നാലും കണ്ടറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതൊരു പ്രചോദനമാണ് നമുക്ക് ഓരോരുത്തരും. നമ്മൾക്ക് എന്ത് കിട്ടിയാലും നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാനുള്ളൊരു മനസ്സ്, അത്ര ഒരു മനസ്സിനുടമയാണ് ശ്രീ കനകപ്പൻ. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് K. ജനീഷ് കുമാറിനെ ക്ഷണിച്ചു.
ഈ വേദിയിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഓണത്തിൻ്റെ ഈ ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്ര മനോഹരമായി മൈത്രി പുരുഷസഹായ സംഘം ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ്. സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കാനും ഭാവിയിൽ നിരവധിയായ നല്ല പദ്ധതികൾ നടപ്പാക്കാനും ഒക്കെ ഇവർ മുൻകൈയെടുക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ചീലക്കുടി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മൈത്രി പുരുഷ സഹായ സംഘത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ കൂടി ഞങ്ങൾ നിർത്തുന്നു. നമസ്കാരം. അതോടൊപ്പം തന്നെ ഏത് നിലയിലാണ് അവർ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചുള്ള അവരുടെ സഹകരണത്തോടുകൂടി നമ്മള് ഏത് സഹായത്തിനും നമ്മൾ ഒപ്പം ഉണ്ടാകണം. ഇന്നത്തെ ഈ സമാപന സമ്മേളനത്തിന്റെ ബഹുമാന്യ അധ്യക്ഷൻ ശ്രീ ജിജി പ്രഹാം, കോന്നിയുടെ ഏറ്റവും ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ, ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PR പ്രമോദ്, ശ്രീമതി ശ്യാമള ഉദയഭാനു, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ഏറെ വിശിഷ്ട വ്യക്തികളെ, പുരുഷ സ്വയം സഹായ സംഘം ഇന്നിവിടെ വളരെ മാതൃകാപരമായ, ഇന്നെന്നല്ല വളരെ ദീർഘനാളുകളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മുടെ മലയോര പ്രദേശത്ത് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നിർദ്ധനരായിട്ടുള്ള സാധാരണക്കാർക്കെല്ലാം വളരെ ഒരു അഭയമാണ്, ഒരു ആശ്രയമാണ്. ഇങ്ങനെയുള്ള ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ ജഗദീശ്വരന് ഈ കൂട്ടായ്മയ്ക്കും ഈ പുരുഷ സഹായ സംഘത്തിന് എല്ലാവിധ ആശംസകൾ തീർച്ചയായിട്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ ആദരിക്കാൻ വിശിഷ്ട ഒരു വ്യക്തിയായിട്ടിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വർഗീസ് കുര്യൻ സാറ്, അദ്ദേഹത്തിന് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുമ്പ് അദ്ദേഹം വന്നു പോയിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. എന്നാലും നമുക്കറിയാം, നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ച് ഒരു കൈത്താങ്ങായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ സാധാരണക്കാർ അല്ലെങ്കിൽ പാവപ്പിടിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉപകാരങ്ങളും ഇപ്പം നമുക്ക് ക്യാൻസർ രോഗികൾക്ക് ഉൾപ്പെടെ നിർദ്ധനരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല. തീർച്ചയായും ഇത്തരം മാതൃകാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും കൂട്ടായ്മയിൽ കൂടെ ജനങ്ങളെ ഒത്തൊരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുപോകാനും ഈ പുരുഷ സഹായ സംഘത്തിനും ഇതിന്റെ കൂട്ടാളികൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ സ്വയം സഹായ സംഘത്തിൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഈ പ്രദേശത്തെ ഇടപെടലുകൾ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇങ്ങനൊരു ചടങ്ങ് പങ്കെടുക്കുന്നത്. നമ്മളുടെ ഈ ഗ്രാമപ്രദേശത്ത് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന ഈ പ്രദേശത്തിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ ഇവിടെയുള്ള കുറവുകളും കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഈ നാടിനെ സ്നേഹിക്കുന്നവർ ഒത്തുകൂടി ഇങ്ങനെയൊരു സ്വയം സഹായക സംഘം രൂപപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞ 3 വർഷക്കാലമായി വളരെയേറെ സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുകയുണ്ടായി. ഇന്നത്തെ കാലത്ത് ഒരു പ്രദേശത്തെ കുറച്ചാളുകൾ ചേർന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ചുരുക്കമാണ്. ഏതെങ്കിലും ട്രസ്റ്റുകളോ മറ്റോ ഒക്കെ ആയിട്ട് രൂപീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തലത്തിലുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേറൊരു മാനദണ്ഡമാണെങ്കിലും നമ്മളുടെ ഈ സമൂഹത്തിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് സഹകരിക്കുന്ന കുറവുകളെയും എല്ലാം മനസ്സിലാക്കുന്ന ആളുകൾ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വലിയ ഒരു മാതൃക തന്നെയാണ്. അവരിവിടെ അവതരിപ്പിച്ച അവരുടെ ലക്ഷ്യങ്ങൾ അത് നമ്മുടെ നാടിന്റെ സാധ്യതകളാണ്. കാർഷിക മേഖല ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയേറെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഗുണകരമായ പദ്ധതികൾ കൊണ്ടുവരണം എന്നുള്ള അവരുടെ കാഴ്ചപ്പാട് നാളെ ഈ നാടിന് ഗുണമുണ്ടാകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയേറെ ശ്രദ്ധേയമാണ് അവരുടെ ആ ചിന്ത. അപ്പൊ ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ കുറഞ്ഞപക്ഷം സുമനസ്സുകളെ കണ്ടെത്തിക്കൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളും പങ്കുചേർത്തുകൊണ്ട്
ഒരു സംവിധാനം ഉണ്ടാക്കി അതിലൂടെ ആളുകളെ നമ്മുടെ പ്രദേശത്തെങ്കിലും കുറച്ച് ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് ഈ സംവിധാനം കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. നമ്മളെല്ലാവരും ഇന്ന് നാളെ ഓണം നടക്കുന്നു, അതിന്റെ ഓണത്തല എന്നുള്ള തിരക്കിലാണ് എല്ലാവരും. പക്ഷേ ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നു ഈ പ്രദേശത്ത്. അപ്പൊ ഇതിന്റെ ഒരു പ്രാധാന്യം ഇവിടെയുള്ള ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നതിന്റെ ആ ദൃഢത അത് ഇവിടെ മനസ്സിലാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം സംഘാടകരോടാണ്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് വളരെ വലുതാണ്. അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ പ്രസ്ഥാനത്തിന്റെ പേരിലും ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് സമയവും ഏത് കാര്യത്തിനും സഹായം തേടി വരാനോ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ഞാനും മുന്നേ ഉണ്ടാവും എന്ന് ഈ സമയം ഉറപ്പു നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ നടത്തിയ പരിപാടികളിൽ, ഈ ഓണസമയത്ത് നടത്തിയ പരിപാടികളിൽ വളരെയേറെ വ്യത്യസ്തതയുണ്ട്. എല്ലാവർക്കും ഒരു ഓണാശംസകളൂടെ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട സീതപ്പള്ളി നിവാസികളെ, ആശംസ വെറുമൊരു ഔപചാരികത മാത്രമാണ്. നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല പിന്തുണയാണ് ഉണ്ടാകേണ്ടത്. മൈത്രി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. കഴിഞ്ഞ ഏതാനും ഒരു മാസത്തിന് മുമ്പെയാണ് ഈ സ്കൂളിൽ ഒരു മെഡിക്കൽ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിനു മുമ്പും ഇപ്പോൾ ചെയ്യുന്നതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഇത് നന്നായി ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല പ്രവർത്തനങ്ങൾക്ക് നല്ല പിന്തുണ നൽകുക എന്നുള്ളതാണ് നല്ല ആളുകളുടെയും നല്ല സമൂഹത്തിൻ്റെയും ലക്ഷണം. അതുകൊണ്ട് ഇവരുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് കെയർ സീതത്തോടിൻ്റെ എല്ലാ പിന്തുണകളും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നെ ഇവിടെ ആദരിക്കുക, അതിൻ്റെ ഒരു ചെയ്യും എനിക്ക് ഇവിടെ നിന്നാൽ പോലും തുറക്കാൻ വയ്യാത്ത ഏറ്റവും വലിയ സന്തോഷമാണ്. അത് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിക്കുകയും ഇങ്ങനെ ആദരിക്കുകയും ഇങ്ങനെ ഒരു സഹായം ചെയ്യുക? അപ്പൊ അത് നമ്മൾ ചിന്തിക്കണം, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഒരു മനുഷ്യനെ ഏത് രീതിയിലെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലായാലും മറ്റുള്ള രീതിയിലായാലും എല്ലാ മനുഷ്യനും എല്ലാ രീതിയും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഒരു മനുഷ്യനെ ഉള്ള നല്ലൊരു പ്രകാശം കിട്ടുകയും നല്ലൊരു അധ്വാനിക്കുകയും അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുകയും എന്നുള്ള രീതിയാണ് ഒരു മനുഷ്യന്റെ രീതി. ഒരു കുടുംബത്തിലായാലും ഒരു മനുഷ്യനെ കിട്ടത്തുള്ളൂ ചിലപ്പോൾ ഒരു പ്രകാശം. ആ പ്രകാശം ഒറ്റയ്ക്ക് മാത്രം വെച്ചേക്കരുത്. അത് മറ്റുള്ളവരെ കൂടെ ആ വെട്ടം കാണിക്കുകയും മറ്റുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കൊടുക്കുക. അതാണ് ജീവിതത്തിന്റെ മനുഷ്യന്റെ ഒരു പ്രകൃതി. നമുക്ക് കിട്ടുന്നത് നമുക്ക് മാത്രം നമ്മളെ വയറ് നിറയ്ക്കുകയോ മറ്റുള്ള ചെയ്യരുത്. അടുത്തവനും ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന്റെ ഒരു ഭാഗങ്ങള് സേവനം ചെയ്യുക. അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും സഹകരിക്കുകയും എല്ലാം ചെയ്യുക. അതാണ് സേവന പ്രവർത്തനം. നമ്മൾ കിട്ടുന്നതിൽ ഒരു ഭാഗങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. നമ്മൾ ഇതേ ഇരിക്കുന്ന ലോകം തന്നെ നമ്മൾ ഇന്ന് മരിച്ചാലും നാളെ ഇത് തന്നെ കാണും എന്നുള്ളത് ചിന്തിക്കുക. നമ്മൾ ആഗ്രഹപ്പെട്ട് നമ്മൾ ഒരു ആഗ്രഹപ്പെട്ട് ഒരു മോതിരം അല്ലെങ്കിൽ ഒരു വള അല്ലെങ്കിൽ ഒരു മാല നമ്മളെ കഴുത്തിലെ കയ്യിലെ കിടക്കുമെന്ന് വെക്കുക. അപ്പൊ അത് മരിച്ചു കഴിയുമ്പോൾ ആ സാധനം പോലും നമുക്ക് തന്നുവിടത്തില്ല നമ്മുടെ കുടുംബക്കാരൻ. പക്ഷെ നമുക്ക് തന്നുവിടും ഒരു കണ്ണാട. നമ്മൾ പ്രായം ചെന്ന സമയമാണെങ്കിൽ ഒരു കണ്ണാട വെച്ച് ഇരിക്കുകയാണെങ്കിൽ ആ കണ്ണാട നമ്മൾ മരിക്കുമ്പോൾ എടുത്ത് തന്നുവിടും. എന്നു പറഞ്ഞാൽ ആ കണ്ണാട മറ്റുള്ളവർ പ്രയോജനപ്പെടത്തില്ല, വേറെ ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ കണ്ണട മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുക. ആ അനുസരിച്ച് നമ്മൾ ഏത് രീതിയിൽ ജീവിക്കണമോ ആ രീതിയിൽ ജീവിക്കണം. നമുക്ക് കിട്ടുന്ന സ്വർഗവും കാര്യങ്ങളും ഇങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ അതിന്റെ ദാനം ചെയ്യുക, അധ്വാനിക്കുക, കഷ്ടപ്പെടുക. അത് എപ്പോഴും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഉള്ള സമയം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ സേവന പ്രവർത്തനം. അതേ സേവന പ്രവർത്തനമാണ് ഇപ്പോഴും ഈ സേവന സംഘം നമ്മൾ നടത്തുന്നത്. അതിന് കഴിയുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല. അതിന് കഴിയുന്ന മറ്റുള്ളവരെ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്.
ഈ ഓണാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നത്. നന്ദി, നമസ്കാരം. നമ്മുടെ ലക്കെടുപ്പ് നറുക്കെടുക്കുന്നതിന് വേണ്ടി ബേബി അയോള സാറ എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നറുക്കെടുക്കുകയാണ്. ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് കൂപ്പൺ നമ്പർ 240 സിനി ദിജിക്കാണ് ഒന്നാം സമ്മാനമായ LED TV അടിച്ചിരിക്കുന്നത്. അടുത്തത് രണ്ടാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പാണ്. സേത്തോട് സെമിഗ്രിയർ സ്വാതന്ത്ര്യ ശിലവികാരി ഫാദർ ഐവാൻ തോമസിന് നമ്മുടെ MLAക്ക് ലഭിച്ച സമ്മാനം കുമാരി ആദിത്യ ജയന് സമ്മാനിക്കുന്നു. MLA ഈ സംഘാടക സമിതിയുടെ എല്ലാ പ്രിയപ്പെട്ട ചുമതലക്കാരും ഏവരും ഒരുപാട് സന്തോഷം ഉളവാക്കുന്ന ഒരു നിമിഷമാണ്. കാരണം കേരളം ഒന്നാകെ, മലയാളികളുടെ മനസ്സിൽ ഒന്നാകെ ഒരു ഓണത്തിന്റെ അനുഭൂതി നമുക്ക് പകർന്നു നൽകുകയാണ്. ആഘോഷങ്ങൾ അനവധിയായി നടക്കുന്നുണ്ടെങ്കിലും ആ ഏറ്റവും പഴമയിലുണ്ടായിരുന്ന ആരവങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് പരസ്പരമുള്ള സ്നേഹത്തിന്റെയും സഹോദര ബന്ധത്തിന്റെയും ഒക്കെ അനുഭവത്തിൽ ഈ ഓണം ആചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വയനാട്ടിലുണ്ടായ പ്രളയത്തിന്റെ ഭീതികളും 2018 പ്രളയത്തിന്റെ ഭീതികളുമൊക്കെ നമ്മെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഓണം ആചരിപ്പാനായിട്ട് സാധ്യമായി തീരട്ടെ. ഇല്ലായ്മയിൽ നമ്മുടെ കുറവുകളെ നിറവിന്റെ അനുഭവങ്ങളാക്കി തീർക്കുവാൻ തക്കവണ്ണം ഓരോ ഓണവും നമുക്ക് ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമസ്കാരം. മൈത്രി എന്ന പേര് ഒരു പുരാതന സംസ്കൃത വാക്കാണ്. അതിന്റെ അർത്ഥം സൗഹൃദം എന്നാണ്. ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും സൗഹൃദത്തിന്റെ ഒരു ഭാഗമാണെന്ന് ആരും പറയാതെ തന്നെ നമുക്ക് വ്യക്തമാക്കും. ലോകത്തില് എല്ലായിടത്തുമുള്ള ടിബറ്റൻ ബുദ്ധവംശരുടെ ആത്മീയ പിതാവായ ദലൈലാമ അദ്ദേഹത്തോട് ഒരിക്കൽ മനുഷ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ, തന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ദലൈലാമ ഇപ്രകാരം ഒരു മറുപടി പറഞ്ഞു. മനുഷ്യൻ താൻ പണമുണ്ടാക്കാൻ വേണ്ടി അവൻ തന്റെ ആരോഗ്യം ത്യജിക്കുന്നു, പിന്നീട് അവൻ തന്റെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ പണം ത്യജിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മ സാധാരണക്കാരായ രോഗികൾക്ക് വേണ്ടി അവരുടെ ഒരു വർഷം നീണ്ടിരിക്കുന്ന ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി ഇവിടെ ഒരു കാരുണ്യനിധി പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ എന്നിൽ ഓർമ്മ വന്ന ഒരു വാചകമാണ് ദലൈലാമയുടെ. കാരണം മനുഷ്യൻ ഇന്ന് പണത്തിന്റെ പുറകെ ഓടുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അവൻ തന്റെ ആരോഗ്യത്തെയും അവന്റെ ജീവിതത്തിലെ സന്തോഷത്തെയും അവൻ ഓർക്കുന്നില്ല. പിന്നീട് അവൻ തന്റെ ആരോഗ്യത്തിന് വേണ്ടി ഈ പണമെല്ലാം ചെലവഴിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഏറിയ പങ്കും അവൻ നശിപ്പിച്ചു കളഞ്ഞതാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുമെന്നതാണ്. ആദ്യമായി തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇന്ന് യോഗത്തിന് സ്വാഗതം അനുഷ്ഠിച്ച ശ്രീ മനു എം കൃഷ്ണയെ എന്റെ പേരിലും ഈ മൈത്രി പുരുഷ സംഘത്തിന്റെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു.
അടുത്തതായി ഈ യോഗത്തിന്റെ അമരക്കാരൻ, ഈ യോഗത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ജിജി എബ്രഹാം ആനക്കുഴിക്കലിനെ എന്റെ വ്യക്തിപരമായ പേരിലും ഈ സംഘടനയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കോന്നിയുടെ MLA ആയിരിക്കുന്ന അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ MLA, അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ പോലും ഈ നാട്ടിൽ നടക്കുന്ന ഓരോ വ്യക്തിപരമായ ഓരോ പരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്യുന്നത്. ആ ജനങ്ങൾക്ക് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ വികസനം നടത്തുകയും ചെയ്യും. അതിന്റെ ഉദാഹരണമാണ് ഇന്ന് ഈ സീതത്തോട്ടിലുള്ള നമ്മുടെ നഴ്സിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള വിവിധ പ്രസ്ഥാനങ്ങൾ. അദ്ദേഹത്തെയും ഈ യോഗത്തിലെ എന്റെയും ഈ സംഘത്തിന്റെയും പേരിൽ ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ സീതത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തിന് ഒരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ പോയെങ്കിൽ പോലും അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട PR പ്രമോദ് സാറിനെ എന്റെയും ഈ സംഘത്തിന്റെയും പേരിൽ ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി സീതത്തോട് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഫാദർ ഐവാൻ ജോസഫ് ഗീവർഗീസ് അച്ഛനെ എന്റെയും ഈ സംഘത്തിന്റെയും പേരിൽ ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പോലും അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി NNDP ശാഖാ പ്രസിഡന്റ് സീതത്തോട് സോമൻ വിനായകനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ രതീഷ് K നായറിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ അടുത്തിടയിൽ നമ്മുടെ സീതത്തോട്ടിലെ ഒരു കൈത്താങ്ങായി എല്ലാവർക്കും കൂട്ടായി നമ്മൾ രൂപീകരിച്ച ഒരു പ്രസ്ഥാനമുണ്ട്, KF സീതത്തോട്. അതിന്റെ അമരക്കാരനായിരിക്കുന്ന അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ സുനിൽ ഏലിയാസിനെ ഈ യോഗത്തില് എന്റെയും ഈ സംഘത്തിന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി KNB കൺസ്ട്രക്ഷൻ ഉടമയായിരിക്കുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും മാതൃകയായ ഒരു മനുഷ്യനുണ്ട്, കനകപ്പൻ സാർ. അദ്ദേഹത്തെ എന്റെയും ഈ യോഗത്തിന്റെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് നല്ലൊരു ഈശ്വര പ്രാർത്ഥന പാടിയ ആദിത്യ ജയനോടുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഗുരുനാഥൻ മണ്ണ് ട്രൈബൽ സ്കൂൾ PTA മെമ്പറായിരിക്കുന്ന ശ്രീ ലാലു കനിയനോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ശ്രീമതി ശ്യാമള ഉദയഭാനു, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും 3 വർഷത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശ്യാമള ഉദയഭാനു ആ വ്യക്തിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. ശ്രീമതി ശ്യാമള ഉദയഭാനുവിനെ ഈ യോഗത്തിന്റെ പേരിലും എന്റെയും പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രധാനമായി നന്ദി പറയുന്നത് എന്റെ സംഘത്തിലെ ഓരോ വ്യക്തികളോടുമാണ്. അവരെല്ലാവരും ഇതിൽ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും അതുപോലെ തന്നെ അതിൽ എടുത്തു പറയേണ്ട ചില വ്യക്തികളുണ്ട്. ഈ സംഘത്തിന്റെ ട്രസ്റ്റിയും ഈ സംഘത്തിലെ ഉടമയിലും ഞങ്ങളോട് പ്രവർത്തിച്ച ശ്രീ മജു എബ്രഹാം കുന്നത്ത്, അതുപോലെ തന്നെ ഈ സംഘത്തിലെ ഒരു അംഗമായിരിക്കുന്ന ഷാലു സാർ, അങ്ങനെ ഒട്ടനവധി ആളുകളുണ്ട്. അവരോട് എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. അവസാനമായി ഇവിടെ കൂടിയിരിക്കുന്ന ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം